നമസ്കാരം ഗൈസ്. നമ്മളിന്ന് കേരളത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് ആരാണ് അടുത്ത മുഖ്യമന്ത്രി എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ 5 വർഷം ശ്രീ വി ഡി സതീശനായിരുന്നു പ്രതിപക്ഷ നേതാവ്. UDFനെ നയിച്ചിരുന്ന നേതാവ് ശ്രീ വി ഡി സതീശനായതുകൊണ്ട് തന്നെ വി ഡി സതീശൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ചുകൊണ്ടാണ് ഭൂരിഭാഗം ആളുകളും ഈവൻ ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാം UDFന് വോട്ട് കൊടുത്തത്. UDF അധികാരത്തിൽ വന്നതിന് ശേഷം ഏതൊരു പ്രസ്ഥാനത്തിലും സംഘടനാതലത്തിലുള്ള ചില ചർച്ചകളുണ്ട്. അവരുടെ പൊസിഷൻ, അവരുടെ സീനിയോറിറ്റി, അതിനെ ബേസ് ചെയ്തിട്ടാണ് ബാക്കിയുള്ള പൊസിഷനുകൾ തീരുമാനിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ UDFൽ ഈ ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ മാധ്യമങ്ങളായിക്കോട്ടെ, ഓരോ നേതാക്കന്മാരുടെ കീഴിലുള്ള അണികളായിക്കോട്ടെ, ഇവരൊക്കെ സംഘമായി തിരിഞ്ഞുകൊണ്ട് ഫ്ലെക്സ് വലിച്ചു കീറുകയും സമരം നടത്തുകയും അതിനെ എക്സ്പോസ് ചെയ്തുകൊണ്ട് വാർത്താ ചാനലുകൾ വാർത്തകൾ കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ 10 വർഷങ്ങൾക്ക് മുൻപ്, അതിനു മുമ്പ്, അതായത് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പ് VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത്, അതിനുശേഷം VS അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് VS അച്യുതാനന്ദന് മുമ്പിൽ നിർത്തിക്കൊണ്ടാണ് LDF അന്നത്തെ ഭരണം പിടിച്ചെടുക്കുന്നത്. അന്ന് ജനങ്ങളെല്ലാം പ്രതീക്ഷിച്ചത് VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആകുമെന്നാണ്. അന്ന് പിണറായി വിജയൻ പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു, ഇത് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയത്തില്ല, ഇതിൻ്റെ സംഘടനാ രീതികളെക്കുറിച്ച് അറിയത്തില്ല, അതുകൊണ്ട് നിങ്ങളങ്ങനെ സംസാരിക്കരുത് എന്ന് പറഞ്ഞതിന് ശേഷം അവർ പാർട്ടി എടുത്ത തീരുമാനമനുസരിച്ചിട്ടാണ് പിന്നീട് പിണറായി വിജയൻ കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളത്തിൽ മുഖ്യമന്ത്രിയായിട്ടിരുന്നത്. അപ്പം വി ഡി സതീശനെ പാർട്ടി ഏൽപ്പിച്ച ഒരു ദൗത്യം ഉണ്ടായിരുന്നു. അദ്ദേഹം ഭംഗിയായിട്ട് ചെയ്തു. UDFനെ അദ്ദേഹം ഒരുമിച്ച് നിർത്തി UDFിലെ ഭരണത്തിലേക്ക് UDFനെ കൊണ്ടുവന്നു. എന്നാൽ സംഘടനാതലത്തിൽ ചില ചർച്ചകൾ ആവശ്യമായി. അതിനെ വിലയിരുത്തിയിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ഓരോരുത്തർക്കും അവരുടെ സീനിയോറിറ്റി വെച്ചിട്ട് ഓരോ പൊസിഷൻ കൊടുക്കുന്നത്. ചിലപ്പോൾ രമേശ് ചെന്നിത്തലയാകാം, ചിലപ്പോൾ KC വേണുഗോപാലാകാം, ചിലപ്പോൾ VD സതീശനാകാം, ആരെങ്കിലും ആയിക്കോട്ടെ. പക്ഷേ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചുള്ള 80% UDF ആൾക്കാർ VD സതീശൻ മുഖ്യമന്ത്രി ആകുമെന്നുള്ള ഒരു ചിന്തയിൽ, കാരണം അദ്ദേഹം നല്ലൊരു ഒറേറ്ററാണ്, നന്നായിട്ട് സംസാരിക്കാൻ കഴിവുള്ള ഒരാളാണ്, അദ്ദേഹം മുന്നിൽ നിന്ന് നയിച്ചിട്ടാണ് ഇത് വന്നതെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴി ആയിക്കോട്ടെ, കഴിഞ്ഞ 6 ദിവസമായി, ഇലക്ഷൻ കഴിഞ്ഞിട്ട് 6-7 ദിവസമായി, എന്നിട്ടും ഇതുവരെ നമ്മൾ ഫൈനൽ തീരുമാനത്തിലേക്ക് വരാത്തത് കൊണ്ട് തന്നെ വലിയൊരു ചർച്ച സോഷ്യൽ മീഡിയ വഴിയും ന്യൂസ് ചാനൽ വഴിയും കേരളം ഒന്നാകെ ചർച്ച നടക്കുകയാണ്. പലരും ആത്മഹത്യ ചെയ്യാൻ പോകുന്നു, കുറച്ച് പേര് എതിരെ സമരം നടത്തുന്നു. പല നേതാക്കന്മാരുണ്ടറിൽ ഇവർ നിരന്നുകൊണ്ട് പല രീതിയിലുള്ള പ്രകോപനങ്ങളും ജാഥകളും ഒക്കെ നടത്തുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ വസ്തുത ഇതാണ്, ഇതിനു മുമ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കുക. എനിക്കും തോന്നുന്നു മിക്കവാറും VD സതീശൻ തന്നെ ആയിരിക്കാം ഒരുപക്ഷെ മുഖ്യമന്ത്രി. ജനങ്ങളുടെ പിന്തുണ അദ്ദേഹത്തിനാണ് എന്നുള്ളത് ഈ പറയുന്ന ഹൈക്കമാൻഡിൽ പെടുന്ന ആൾ തന്നെയാണല്ലോ ശ്രീ KC വേണുഗോപാൽ. അപ്പം ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഉചിതമായൊരു തീരുമാനത്തിലേക്ക് വരുമായിരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് നമുക്കുള്ളത്. എന്താണോ അവരുടെ തീരുമാനം അതിനെ നമുക്ക് മാനിക്കാം. പക്ഷേ നമ്മൾ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം ഇതാണ്, വോട്ട് ചോദിച്ച് നമ്മളെല്ലാവരുടെ ചെന്ന് വോട്ട് കിട്ടിക്കഴിയുമ്പോൾ ജനങ്ങളെ മറന്നു പോകുന്ന ആ രീതി നമ്മൾ ഉപേക്ഷിക്കുക. കാരണം ഇപ്പോൾ ലേറ്റസ്റ്റായിട്ടൊന്ന് വന്നിരിക്കുന്ന വാർത്ത ഇതാണ്, കേരള കോൺഗ്രസ് എം എന്ന പാർട്ടി അവർ NDA സപ്പോർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നു. ഇപ്പോൾ വന്ന വാർത്തയാണ്, ജസ്റ്റ് ഞാനത് കണ്ടുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പം ഈ ഭിന്നമായി നിൽക്കുന്ന പല ഘടകകക്ഷികളും അവർക്ക് ലാഭമുള്ളത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. ഈ രാഷ്ട്രീയ പ്രവർത്തനം മുഴുവനും സാധാരണക്കാരായ നമ്മളെപ്പോലുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. കാരണം അവരുടെ സ്വാർത്ഥതയനുസരിച്ച് അവർ മാറും. കുറച്ച് കാലം UDFിലുണ്ടായിരുന്ന കേരള കോൺഗ്രസ് എം കുറച്ച് കാലം LDFിലായിരുന്നു. ഇനി ചിലപ്പോൾ അവർ NDAയിലേക്ക്, ഇവൻ PC ജോർജിൻ്റെ കാര്യം നമുക്കറിയാം, ഇവൻ PJ ജോസഫ് ആയിക്കോട്ടെ, ഇതൊക്കെ ഇങ്ങോട്ടും ചാടിയും മറിഞ്ഞും കളിക്കുന്ന കളികളാണ്. എങ്കിൽ പോലും ജനനന്മയ്ക്കായി, ജനങ്ങളെ വഞ്ചിക്കാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. ജനങ്ങൾക്ക് ഒരു പ്രതീക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ തന്നെ ജനങ്ങളുടെ മുമ്പിൽ പെരുമാറുക എന്നുള്ളതാണ് ഓരോ രാഷ്ട്രീയ പാർട്ടികളും ചെയ്യേണ്ടത് എന്നുള്ളതാണ് എൻ്റെ ഒരു നിരീക്ഷണം. അങ്ങനെ തന്നെ ആയിത്തീരട്ടെ കേരളത്തിൻ്റെ അവസ്ഥയെന്ന് ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. കാണാൻ അടുത്ത വീഡിയോയുമായി. ബൈ.